അഭിയും ജലജയും കൂടെ പ്ലാൻ ചെയ്യാണ്. ആദ്യം ഓടിക്കേണ്ട നയനയാ, അല്ലാതെ നവ്യനെയല്ല. നയന ഇവിടുന്ന് ഓടിച്ച നവ്യ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ അമ്മയെ സാധിക്കുന്നത്? എത്ര നമ്മൾ ശ്രമിച്ചതാ. ആ നയനയ്ക്ക് ഒടുക്കത്തെ ബുദ്ധിയാ. എന്ത് ചെയ്താലും അവൾ ആദർശനോട് പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒന്നും ഏത്ത അവസ്ഥയാ എന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, അങ്ങനെയും പറഞ്ഞുകൊണ്ടിരുന്നാണ്ടല്ലോ നമുക്ക് ലാസ്റ്റ് ഒന്നും കിട്ടില്ല. ഇവളുമാരെ എൻ്റെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടിട്ട് വേണം നിനക്ക് നല്ലൊരു കോടീശ്വരിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ. എന്നിട്ട് വേണം സന്തോഷമായിട്ട് നമുക്ക് മാറി താമസിക്കാൻ എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അമ്മ വെയിറ്റ് ചെയ്യും, ഞാൻ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയനനെ എങ്ങനെയെങ്കിലും തീർക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ അബി. അപ്പം അബിയോട് ജലജ പറയുന്നുണ്ട്, അവളുടെ മേലുള്ള വിശ്വാസം അതാണ് ഈ വീട്ടിൽ എല്ലാവരും അവളെ ഇങ്ങനെ സ്നേഹിച്ച് നിർത്തുന്നത് കാരണം, പിടിച്ചിരുന്നതിന് കാരണം. മുത്തശ്ശനും മുത്തശ്ശിക്കും അവളോട് ഭയങ്കര ബഹുമാന സ്നേഹമൊക്കെയാണ്. കാരണം എന്താ, അവളുടെ സത്യസന്ധതയും അവളുടെ നിഷ്കളങ്കതയും അവളുടെ പെരുമാറ്റവും എല്ലാവരോടുള്ള സമീപനമൊക്കെ അല്ലേ. പക്ഷെ അതെല്ലാം കള്ളമായിരുന്നു എന്നും അവളൊരു പക്കാ ഫ്രോഡാണെന്നും എല്ലാവരും നമ്മൾ അറിയിക്കാൻ പോവാ. അങ്ങനെയാണെങ്കിൽ നീ നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കും. നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ അവളെ ഇവിടുന്ന് അടിച്ചിറക്കി വിടുന്നത് നമുക്ക് കാണാമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ അമ്മയെന്ന് അബി ചോദിക്കുമ്പോഴേക്കും, എടാ അതിനുള്ള വലിയൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം നിനക്ക്. അതാ ഇവിടെ വർക്കൗട്ടാകാൻ പോകുന്നത്. അവളെ പിന്നെ മുത്തശ്ശനെന്നല്ല എല്ലാവരും അടിച്ചിറക്കി വിടും. ഒരു കുഞ്ഞു പോലും ഇവിടെ സൈഡ് നിൽക്കില്ല. അങ്ങനെ എന്താ അമ്മ സൂത്രമുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയാണ്, എനിക്ക് അവളോട് ഭയങ്കര വല്ലാത്തൊരു സോഫ്റ്റ് കോർണറാ. അവൻ്റെ സ്വന്തം ചേട്ടത്തെയാണെന്നാ അവൻ പറയുന്നത്. അവളാണെങ്കിലോ അവൻ്റെ അനിയനെ പോലെയാണെന്നാ പറയുന്നത്. അങ്ങനെ രണ്ടുപേരെ വെച്ച് നമുക്കൊരു ഡ്രാമ കളിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ അമ്മ ഡ്രാമ കളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നിൻ്റെ കയ്യിൽ എക്സ്ട്രാ ഫോണും എക്സ്ട്രാ സിമ്മും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടെന്ന് പറയാണ്. എന്തായാലും ഇപ്പം അവൾ ആദർശനോട് പിണങ്ങിയിട്ട് സ്റ്റോർ റൂമിലല്ലേ കുറച്ച് ദിവസമായിട്ട് കിടക്കാറ്. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് വർക്കൗട്ട് പ്ലാൻ ചെയ്യണമെന്ന് പറയണം. ഇതിനിടയ്ക്കായിട്ട് നമ്മുടെ ആദർശനോട് വഴക്കൊക്കെ ഉണ്ടാക്കി നയന ഇനി ആദർശനോട് ജീവിക്കില്ല എന്നും പറഞ്ഞിട്ട് മുത്തശ്ശനോടിട്ടാണ് എന്നും പറഞ്ഞിട്ട് അവൾ പോയിട്ട് അവളുടെ പഴയ സ്റ്റോർ റൂമിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം ഞാനിനി അങ്ങോട്ടേക്കാണ് നമ്മളിനി പ്ലാൻ ചെയ്യേണ്ടതെന്ന് ജലജ പറയണം. അങ്ങനെ രാത്രി ആകുന്ന സമയത്ത് അനിയുടെ ഫോണിലേക്ക് അബി വിളിക്കുന്നുണ്ട്. പക്ഷെ മറ്റൊരു സിം കാർഡ് ഉപയോഗിച്ചിട്ടാണ് വിളിക്കുന്നത്. അതിനുശേഷം ഒരു പെണ്ണിൻ്റെ വോയിസിലാണ് സംസാരിക്കുന്നത്. ഹലോ അനിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. നയനയുണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 11 മണി രാത്രി ആയിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങിയ സമയമായിരിക്കും കേട്ടോ. അങ്ങനെ ജലജയും അബികളെ പക്കായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അപ്പം അനി പറയണം, അയ്യോ എല്ലാവരും ഉറങ്ങിയല്ലോ, ഏട്ടത്തെയും ഉറങ്ങിക്കാണല്ലോ എന്ന് പറയുമ്പം ആ പെണ്ണിൻ്റെ ശബ്ദത്തിൽ അബി പറയണം, ഒരു അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്, സീരിയസാ, ഒരു ജീവൻ പോരാട്ടത്തിനിടയിൽ ഞാൻ ഒന്ന് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരി ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അനിയാണെങ്കിൽ നേരെ നയനയുടെ മുറിയിലേക്ക്, അതായത് സ്റ്റോർ റൂമിലേക്ക് പോകുന്നുണ്ട്. സ്റ്റോർ റൂമിലേക്ക് പോയിട്ട് ഏട്ടത്തി ഇതാരോ വിളിച്ച് നിങ്ങളെ ഇപ്പോൾ കട്ടായപ്പോൾ എന്തോ ജീവൻ മരണ പോരാട്ടമാണെന്നോ ഏട്ടത്തിൽ കൊടുക്കണം അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞു ഒരു പെൺകുട്ടിയെ വിളിച്ചെന്ന് പറയുന്നുണ്ട്. പെണ്ണോ? ഈ 11 രാത്രിക്ക് ആര് വിളിക്കാനാ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. നന്ദു അല്ലല്ലോ എന്ന് ചോദിക്കുമ്പം നന്ദു അല്ല, അവളുടെ സൗണ്ട് എനിക്കറിയാമല്ലോ, ഇതെന്തായാലും അവളല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പം അനി പറയാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അവർ 5 മിനിറ്റിനുള്ളിൽ വിളിക്കാമെന്ന് അവർ പറഞ്ഞത്, ഇപ്പോൾ വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് തന്നെ അവസരമെന്നും പറഞ്ഞിട്ട് ജലജയും അഭിയും കൂടെ കൂടിയിട്ട് പതിയെ പോയിട്ട് ആദർശനെ വിളിക്കുന്നുണ്ട്. മുത്തശ്ശനെയും മുത്തശ്ശിനെയും ജാനകിനെയും എല്ലാവരെയും പോയി പതിയെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ഈ അനിയാണെങ്കിൽ ഫോണിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അത്യാവശ്യക്കാരായിരുന്നെങ്കിൽ ഒന്നുകൂടെ വിളിക്കത്തില്ലായിരുന്നോ, നീ ആ നമ്പറിലേക്ക് തിരിച്ച് വിളിക്കാൻ പറയുമ്പം തിരിച്ച് വിളിക്കുമ്പോഴേക്കും ആ നമ്പർ ബിസി ആയിട്ടെത്തി കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും അത്യാവശ്യമാണെന്ന് പറഞ്ഞല്ലേ, ഒരു 5 മിനിറ്റ് കൂടെ നോക്കാം അല്ലേന്ന് പറഞ്ഞിട്ട് അനി നയനയുടെ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ആ ഡോറ് അപ്പോൾ തന്നെ അവൻ കയറുമ്പോൾ തന്നെ പതിയൊന്ന് ചാടിയിട്ടാണ് ഡോറ് കയറുന്നത് കേട്ടോ. അപ്പോൾ അവൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അവൻ അറിയാതെ ക്ലോസ് ചെയ്ത് പോയതാണ്. എന്നിട്ട് അകത്തിരുന്നിട്ട് ഏട്ടത്തി എന്താ ഇപ്പോൾ ഇവിടെ കിടക്കുന്നതൊക്കെ അവൻ കുശലാന്വേഷണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും പറയണ്ട നീ, നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ഇങ്ങനെ ഒറ്റപ്പെട്ടൊന്ന് ജീവിക്കുന്നതാ. എനിക്കിപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോകാനും പറ്റത്തില്ല, ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയിലായി നിൽക്കുകയല്ലേ. അതുകൊണ്ടാണ് ഇനി എന്തായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയില്ല, എൻ്റെ മുത്തശ്ശനുള്ളിടത്തോളം കാലം. അതുകൊണ്ട് ഇവിടെ വന്ന് കിടന്നതാ. ആദർശേട്ടന് സ്വസ്ഥമായില്ലേ, ആദർശേട്ടന് എന്നെ തീരെ താല്പര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ട് അബി പറയാണ്, ഈ വീട്ടിൽ നടക്കുന്ന അബി അല്ല കേട്ടോ, ജലജ പറയാണ്, ഈ വീട്ടിൽ നടക്കുന്ന വൃത്തികേട് നിങ്ങളെല്ലാവരും കാണണം. അവൾ എന്തിനാ സ്റ്റോർ റൂമിൽ പോയി താമസിക്കുന്നത് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ജലജ ഈ പാതിരാത്രി നിനക്ക് എന്താ കാര്യം എന്ന് ചോദിച്ച് മുത്തശ്ശൻ വഴക്ക് പറയാണ്. അച്ഛാ ഇപ്പോൾ സമയത്തായി, നിനക്കെന്താ കണ്ടുകൊണ്ട് ചോദിക്കും. അച്ഛൻ പറ. അല്ല ഏകദേശം 11:30 അപ്പം 11:30 അടുത്ത രാത്രിയാണല്ലോ. ഇനി നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വാന്ന് പറയുമ്പോൾ നീ എങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്നെന്ന് പറ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശൻ എൻ്റെ കൂടെ വാ, ഞാൻ പറയാം എന്നും പറഞ്ഞിട്ട് നേരെ സ്റ്റോർ റൂമിൻ്റെ വാതിക്കലേക്ക് പോകാൻ കേട്ടോ ജലജ.
എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ് എല്ലാവരും. അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുമ്പോഴേക്കും കാണുന്നത് അനിയും നയനയും ഇങ്ങനെ ആ ഫോൺ കോളിന് വേണ്ടിയിട്ട് അനി ഇങ്ങനെ നയന അടുത്തിങ്ങനെ നിൽക്കായിരിക്കും. അപ്പോൾ ഒരു കാര്യമുണ്ട്. അപ്പം ഈ അനി ഇങ്ങനെ തൻ്റെ വിഷമങ്ങളൊക്കെ പറയുമ്പോഴേക്കും അതൊന്നും സാരില്ലടാന്ന് പറഞ്ഞ് ഇങ്ങനെ അനിയുടെ തോളത്ത് ഇങ്ങനത്തെ കൈ വെച്ചിട്ട് അതൊന്നും സാരില്ല, നീ ഒന്ന് ഓർത്ത് വിഷമിക്കേണ്ടെന്നൊരു ചേട്ടത്തിൻ്റെ വാത്സല്യത്തോടുകൂടി തന്നെ അവനോട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജലജ പെട്ടെന്ന് ഡോർ തുറക്കുമ്പം എല്ലാവരും കാണുന്ന കാഴ്ച അനിയുടെ ദേഹത്തിങ്ങനെ കൈ വെച്ചേക്കുന്ന നയനനെയാണ്. അതുപോലെ തന്നെ തിരിച്ച് ആ കയ്യിൽ ഈ ഏട്ടത്തി എനിക്ക് കോൺഫിഡൻസ് ആണ്, എനിക്ക് നല്ല കോൺഫിഡൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ഒരു കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. അതായത് നയന ഇങ്ങനെ തോളത്തും കൈവച്ച് അവനിങ്ങനെ ആ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് കാണുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ സ്റ്റോർ റൂമിനുള്ളിൽ ഏകദേശം രാത്രി 12 മണിയാവുന്ന സമയത്ത് ഇവർ രണ്ടും നിൽക്കുന്നുണ്ട്. അതും അവൻ ഇങ്ങനെ അവളുടെ ദേഹത്ത് ഇങ്ങനെ തൊട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ് അനന്തപുരി ആകെപ്പാടെ. അപ്പോഴേക്കും ജലജ മനസ്സിൽ പറയാണ്, ഏറ്റു എന്തായാലും രണ്ടുപേരും പരസ്പരം തൊട്ടുകൊണ്ട് നിൽക്കാൻ തോന്നിയത് വലിയ ഭാഗ്യമായി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് ദേവയാനി നയനെ എന്ന് വിളിച്ചു പോവുകയാണ്. എന്താ അമ്മേ, എന്താ കാര്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണെന്ന് അറിയില്ലല്ലേടി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് അനിയെ എങ്ങോട്ടേക്ക് പിടിച്ചിറക്കിയിട്ട് അനിയുടെ കർണക്കുറ്റി നോക്കി ഒരൊറ്റ അടി അടിക്കുകയാണ്. എന്തായിട്ടാ, എന്തിനാണ് തല്ലുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ നിനക്ക് അറിയില്ലല്ലേടാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനായിട്ടാ, എൻ്റെ ഫോണിലൊരു കോൾ വന്നു, ഞാൻ ആ ഇടത്തേക്ക് കൊടുക്കാൻ വന്നതാ എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ഫോൺ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നിൻ്റെ ഫോണിൽ വിളിക്കുന്നത്? സത്യമായിട്ടായിട്ട് എനിക്ക് അറിയില്ല, ആരോ വിളിച്ചിട്ട് നയനയ്ക്കൊന്ന് ഫോൺ കൊടുക്കാവോ, എന്തോ ജീവൻ മരണ പോരാട്ടമാണെന്നോ അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉറക്കമാണെന്ന് പറഞ്ഞപ്പം അത്യാവശ്യം ഒന്ന് കൊടുക്കുമെന്ന് ചോദിച്ചതാ. അങ്ങനെ ഞാൻ ഈ മുറിയിലേക്ക് ഫോൺ കൊണ്ടുവന്നപ്പോഴത്തേനും ഫോൺ കട്ടായിപ്പോയി. പിന്നെ അവർ 5 മിനിറ്റ് കഴിയുമ്പോൾ വിളിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ ഒന്നും മിണ്ടാ തലകുനിച്ച് നിൽക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും അപ്പോഴേക്കും നയനെ വന്നിട്ട് പറയാണ്, അതേ ആദർശിട്ടാ, അതാ സത്യം, അവനെനിക്ക് ഫോൺ തരാൻ വന്നതാ, നിന്റെ ഫോൺ കൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞ് ഫോൺ കാണിക്കുമ്പോഴേക്കും അനി പറയാണ്, ഇതാ കണ്ടില്ല ഏട്ടാ, ഈ നമ്പറിൽ തന്നെ വിളിച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ നമ്പറിലേക്ക് ആദർശ് കോൾ ചെയ്യുമ്പോഴേക്കും ഈ നമ്പർ ഇപ്പോൾ താൽക്കാലികമായി ഉപയോഗപ്രദമല്ലെന്ന് പറയുന്നുണ്ട്. ഈ നമ്പർ ഉപയോഗപ്രദം പോലും അല്ലെന്നാണല്ലോടാ പറഞ്ഞ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ആദർശേട്ടാന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് അബി പോയിട്ട് ആ സിമ്മൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആദർശ് എല്ലാവരും ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ മുത്തശ്ശിയും അതുപോലെ തന്നെ ജാനകി എല്ലാവരും പോയി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരവസ്ഥയിൽ കണ്ടാൽ ആരാണെങ്കിലും സംശയിച്ചു പോകുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആകെപ്പാട് ഡെസ്പായി പോയത്. അപ്പോൾ നയനെ കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറയാണ്, മുത്തശ്ശൻ്റെ കാലം വിട്ട് പറയുന്നത് സത്യമായിട്ട് മുത്തശ്ശൻ, നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, അവൻ എനിക്ക് എൻ്റെ നന്ദുവിനെ പോലെയാണ്, എൻ്റെ സഹോദരനാവനെന്ന് പറയുന്നുണ്ട്. ജലജ പറയാണ്, മതിയടി നിർത്തി നിൻ്റെ ഡ്രാമ, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, നീ എപ്പോഴും അനിയനെ സപ്പോർട്ട് ചെയ്ത് നടന്നപ്പോഴേ ഞങ്ങൾ ആലോചിച്ചതാ. അതുമാത്രമല്ല അനിക്ക് നീയാന്ന് വെച്ചാൽ ജീവനല്ലേ, നീ പറഞ്ഞവൻ എന്തും കേൾക്കുന്നത്, അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ഇത്രയും വൃത്തിയായിട്ടൊരു ബന്ധമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ വളരെ മോശമായിട്ട് തന്നെ അവളോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, അപ്പച്ചി വേറെന്തും പറഞ്ഞു, എൻ്റെ അഭിമാനത്തെ തൊട്ട് മാത്രം കളിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയണ, ഈ കളിച്ചാൽ നീ എന്ത് ചെയ്യും, നിനക്കതിനെ മാനം ഉണ്ടായിട്ട് വേണ്ടേ കളിക്കാനായിട്ട്, നീ എന്തിനായിട്ട് സ്റ്റോർ റൂമിലേക്ക് വന്ന് കിടന്നത്, ആദർശനോട് പിണങ്ങിയിട്ടല്ലേ, ആദർശനോട് പിണങ്ങിയിട്ടെന്നല്ല നീ വന്ന് കിടന്നത്, അനിയുമായിട്ട് രാത്രി ഇതുപോലെ കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ടാണ് നീ അവിടെ നിന്ന് ഇറങ്ങി സ്റ്റോർ റൂമിൽ വന്ന് കിടന്നെന്ന് പറയുമ്പോൾ നയനെ പൊട്ടിക്കറിയാണ്. അനി പറയണ, വല്യമ്മേ ആവശ്യത്തിന് പറഞ്ഞുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇരിക്കുക അവിടെ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും അബി പറയാണ്, എൻ്റെ ആദർശേട്ടാ, ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധമൊന്നുമല്ല, ഞാൻ പിന്നെ പറഞ്ഞാൽ ഈ വീട്ടിൽ ആരും വിശ്വസിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയാഞ്ഞതാ, എത്ര തവണ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ, അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ കൈയോടെ പിടിച്ച് നിങ്ങളെല്ലാം കാണിച്ചത്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡെസ്പായിട്ട് നിൽക്കുന്നത് കാണിച്ചിട്ട് ആ ഒരു സീൻ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയട്ടെ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.